ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 7-ന്റെ മോക്ക് ടെസ്റ്റ് ആണ്. ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ 10 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളൂ, 4 ഓപ്ഷൻസും. ഈ അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്തേക്കൂ. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ എങ്ങനെ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം? ഓപ്ഷൻ എ ദൈവഭയത്തിൽ, ഓപ്ഷൻ ബി ദൈവസ്നേഹത്തിൽ, ഓപ്ഷൻ സി ദൈവവിശ്വാസത്തിൽ, ഓപ്ഷൻ ഡി ദൈവകൃപയിൽ. ഉത്തരം ഓപ്ഷൻ എ ദൈവഭയത്തിൽ. രണ്ടാമത്തെ ചോദ്യം, ആരെ സമാശ്വാസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ പ്രത്യാശയില്ലാത്തവരെ, ഓപ്ഷൻ ബി നിരാലംബരെ, ഓപ്ഷൻ സി നിരാശയിൽപ്പെട്ടവരെ, ഓപ്ഷൻ ഡി ആശയറ്റവരെ. ഉത്തരം ഓപ്ഷൻ ഡി ആശയറ്റവരെ. മൂന്നാമത്തെ ചോദ്യം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ത് ജനിപ്പിക്കുന്നു? ഓപ്ഷൻ എ സന്തോഷം, ഓപ്ഷൻ ബി രക്ഷാകരമായ പശ്ചാത്താപം, ഓപ്ഷൻ സി നേട്ടം, ഓപ്ഷൻ ഡി നീതി. ഉത്തരം ഓപ്ഷൻ ബി രക്ഷാകരമായ പശ്ചാത്താപം. നാലാമത്തെ ചോദ്യം, എനിക്ക് നിങ്ങളിൽ ഡാഷ് ഉള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ഓപ്ഷൻ എ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ, ഓപ്ഷൻ ബി ഉത്തമ വിശ്വാസമുള്ളതിനാൽ, ഓപ്ഷൻ സി വലിയ അഭിമാനമുള്ളതിനാൽ, ഓപ്ഷൻ ഡി വലിയ പ്രതീക്ഷ ഉള്ളതിനാൽ. ഉത്തരം ഓപ്ഷൻ എ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ. അഞ്ചാമത്തെ ചോദ്യം, ഞങ്ങൾ ആരെയും എന്തു ചെയ്തിട്ടില്ല എന്നു പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് എന്ത്? ഓപ്ഷൻ എ ദ്രോഹിച്ചിട്ടില്ല, ഓപ്ഷൻ ബി ഉപദ്രവിച്ചിട്ടില്ല, ഓപ്ഷൻ സി വഞ്ചിച്ചിട്ടില്ല, ഓപ്ഷൻ ഡി മുറിപ്പെടുത്തിയിട്ടില്ല. ഉത്തരം ഓപ്ഷൻ ബി ഉപദ്രവിച്ചിട്ടില്ല. ആറാമത്തെ ചോദ്യം, ഞങ്ങൾ മക്കദോനിയയിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു ഡാഷ് ഇല്ലായിരുന്നു. ഓപ്ഷൻ എ ക്ലേശങ്ങൾ, ഓപ്ഷൻ ബി ഭയം, ഓപ്ഷൻ സി വിശ്രമം, ഓപ്ഷൻ ഡി ബുദ്ധിമുട്ട്. ഉത്തരം ഓപ്ഷൻ സി വിശ്രമം. ഏഴാമത്തെ ചോദ്യം, തീത്തോസിന്റെ സാന്നിധ്യത്താൽ മാത്രമല്ല മറ്റെന്തുകൂടി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലം, ഓപ്ഷൻ ബി തീത്തോസിനെ നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ട്, ഓപ്ഷൻ സി തീത്തോസിന്റെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്ത്. ഉത്തരം ഓപ്ഷൻ എ നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലം. എട്ടാമത്തെ ചോദ്യം, തീത്തോസിനെ എങ്ങനെയൊക്കെ നിങ്ങൾ സ്വീകരിച്ചത് ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ ബഹുമാനത്തോടും ഭക്തിയോടും, ഓപ്ഷൻ ബി ആദരവോടും ബഹുമാനത്തോടും, ഓപ്ഷൻ സി ഭയത്തോടും വിറയലോടും, ഓപ്ഷൻ ഡി അനുസരണത്തോടും ബഹുമാനത്തോടും. ഉത്തരം ഓപ്ഷൻ സി ഭയത്തോടും വിറയലോടും. ഒമ്പതാമത്തെ ചോദ്യം, നിങ്ങൾ നിർദോഷരാണെന്ന് എങ്ങനെ തെളിയിച്ചിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ പ്രവർത്തികളിലൂടെ, ഓപ്ഷൻ ബി എല്ലാ പ്രകാരത്തിലും, ഓപ്ഷൻ സി വിശ്വാസത്തിലൂടെ, ഓപ്ഷൻ ഡി അനുസരണത്തിലൂടെ. ഉത്തരം ഓപ്ഷൻ ബി എല്ലാ പ്രകാരത്തിലും. പത്താമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ഡാഷ്. ഓപ്ഷൻ എ സംതൃപ്തനാണ്, ഓപ്ഷൻ ബി സന്തുഷ്ടനാണ്, ഓപ്ഷൻ സി ആനന്ദപൂരിതനുമാണ്, ഓപ്ഷൻ ഡി സന്തോഷവാനുമാണ്. ഉത്തരം ഓപ്ഷൻ സി ആനന്ദപൂരിതനുമാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.